بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയമുള്ള മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നിങ്ങളുമായി എനിക്ക് സംവദിക്കാൻ കിട്ടിയ വിഷയം കല, സാഹിത്യം, ശാസ്ത്രം, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സംഭാവനകൾ എന്നതാണ്. ഇസ്ലാമിക ചരിത്രകാലങ്ങളുടെ തുടക്കം മുതൽക്ക് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കലയിലും ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പങ്കുകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ തുടക്കകാലം മുതൽക്ക് തന്നെ പ്രശസ്തരായ ഇബ്നു സീന, ഇബ്നു ഹിയാൻ, അൽ-ബിറൂനി തുടങ്ങിയ പ്രശസ്ത പേരുകേട്ട പണ്ഡിത നേതാക്കൾ ഇസ്ലാമിന് നൽകിയ ചരിത്ര സംഭാവനകൾ കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലുമായി ഇസ്ലാമിന് ഏറ്റവും പ്രശസ്തി നൽകിയ, ഇന്ത്യക്ക് ഏറ്റവും പ്രശസ്തി നൽകിയ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ, സൃഷ്ടികൾ എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പേരും പ്രശസ്തിയും എടുത്തു കാണിക്കുന്ന, ഇന്ത്യയെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന, രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിലായി മുഴച്ചു നിൽക്കുന്ന പ്രസിദ്ധമായ സ്മാരകങ്ങൾ, താജ്മഹൽ, കുതുബ് മിനാർ, ചെങ്കോട്ട തുടങ്ങിയ പേരുകേട്ട സ്മാരക സ്ഥാപനങ്ങൾ അത് ഇന്ത്യൻ മുസ്ലിംകൾക്ക് മാത്രമായി ഉടമപ്പെട്ടതാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ആസാദിന്റെ അൽ-ഹിലാലും മൗലാന മുഹമ്മദ് അലിയുടെ ഹംദുർദുവും ഈ സമയത്ത് നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ ആദ്യമായി മലയാളത്തിൽ രാമായണം എഴുതുന്നതിന് മുമ്പ് തന്നെ, മാത്രം പോരാ, അതിന്റെ മുമ്പ്, അതിന്റെ അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാനായ ഖാദി മുഹമ്മദ് അറബി മലയാള കൃതിയിൽ ഒരുപാട് മാലകൾ രചിച്ചതായി ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറബി മലയാളത്തിലും അറബി തമിഴുമായി മലയാള ഭാഷകൾക്കും മറ്റു ഭാഷകൾക്കും മുമ്പ് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ, അഥവാ മുസ്ലിംകളുടെ പ്രധാന ഭാഷ എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ അളവ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഗോളശാസ്ത്രത്തിൽ നമുക്കറിയാം, നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് രചനകളുടെ, ഒരുപാട് തൂലിക ചലനങ്ങളുടെ, വിപ്ലവങ്ങൾ മുസ്ലിംകളുടെ സംഭാവനയായി നമുക്ക് കാണാവുന്നതാണ്. എന്തിനധികം പറയണം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുസ്ലിംകളുടെ തന്നെ പെരുമ, പ്രശസ്തി, പേര് എടുത്തു കാണിച്ചവരാണ്. മീർ ഫതഹുല്ല ഗീലാനി, ഹക്കീം അലി ജീലാനി തുടങ്ങിയ ശാസ്ത്രജ്ഞർ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ പ്രശസ്തരായിരുന്നു. സാഹിത്യ ഭാഷയിൽ നമുക്കറിയാം, കേരളത്തിന്റെ പേരും പ്രശസ്തിയും എടുത്തു കാണിക്കുന്ന ഒരു കലാസാഹിത്യങ്ങളാണ് ഒപ്പന, കോൽക്കളി തുടങ്ങിയവ. മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഉറുദു ഭാഷയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അതും മുസ്ലിംകളുടെ കരങ്ങളിലാണ്.
ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിംകളുടെ പ്രശസ്തികൾ, സംഭാവനകൾ പട്ടികയിൽ നിന്ന്, ചരിത്രത്തിന്റെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഈ കാലത്ത് പറയുക, ഇത് അവതരിപ്പിക്കുക എന്നത് ഏറ്റവും അനിവാര്യമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രധാന വേദിയിൽ ഹൈർ സോൺ പ്രസംഗം മലയാളം